ഹായ്. എങ്ങനെ സ്വർഗീയ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ വക്താക്കൾ ആകാം ഭൂമിയിൽ എന്നതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന വിഷയം. ഓക്കെ, എന്താണ് സംഗതി? അതായത് ദൈവം മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിലൂടെ കേട്ട് മനുഷ്യരോട് എങ്ങനെ പറയാം, ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ നല്ല സമർപ്പണം വേണം. ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, പൊക്രാൻ മരുഭൂമിയിൽ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം ഒരു ഓപ്പറേഷൻ ചെയ്യുക. അതായത് ഫസ്റ്റ് ഇന്ത്യ ഒരു കരാറുമായിട്ട് ഏർപ്പെട്ടിരുന്നു അമേരിക്കയുമായിട്ട്. അതായത് ഭൂമിക്ക് മുകളിലോ ആകാശത്തിലോ ജലത്തിനു മീതെയോ ഒരു ആണവ പരീക്ഷണവും ചെയ്യരുത്, അങ്ങനെയൊക്കെ കുറേ കരാറൊക്കെ വെച്ചു. പക്ഷേ ആണവ പരീക്ഷണം നടത്തി APJ അബ്ദുൽ കലാം സാർ. എങ്ങനെയാണെന്നോ, പട്ടാളക്കാരുടെ യൂണിഫോമിൽ പൊക്രാൻ മരുഭൂമിയിൽ ക്രിക്കറ്റ് കളിക്കുന്നത് പോലെ ഒരു നാടകമൊക്കെ സൃഷ്ടിച്ചു. എന്നിട്ട് അമേരിക്ക കാണാതിരിക്കാനായിട്ട് ഷെഡ് ഉണ്ടാക്കുമ്പം അമേരിക്കയ്ക്ക് കാണാൻ പറ്റില്ല. അമേരിക്ക സാറ്റലൈറ്റ് മാർഗം കാണുമല്ലോ. അമേരിക്ക കാണാതിരിക്കാൻ ഷെഡ് ഉണ്ടാക്കിയിട്ട് ഭൂമിക്ക് മുകളിലല്ല, ഭൂമിക്ക് മേൽ ആണവ പരീക്ഷണം നടത്തുകയില്ല എന്നായിരുന്നു കരാർ. പക്ഷേ ഇവിടെ ആണവ പരീക്ഷണം നടത്തിയത് ഭൂമിക്ക് അടിയിലാണ്. ശ്രദ്ധിക്കണേ, ഷെഡുണ്ടാക്കി. എന്തിന്? അമേരിക്ക ആകാശത്തിലിരുന്ന് കാണാതിരിക്കാനായിട്ട്. വഞ്ചിയിലിരിക്കുമ്പോൾ പലകയുടെ അടിയിൽ ഒളിച്ചു ആര്? യോന പ്രവാചകൻ. എന്തിനു വേണ്ടി? കർത്താവ് കാണാതിരിക്കാൻ. അപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ മനുഷ്യരുടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് തന്നെയാണ്. പക്ഷേ സ്വർഗീയ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു സംഗതിയാണ്. കുറച്ച് മുമ്പ് ഒരു കാര്യം നടന്നു. അപ്പം ഞാനിത് തൊട്ടടുത്തുള്ള സ്റ്റേഷനിലെ എൻ്റെ സുഹൃത്തായ IB ഓഫീസറുമായിട്ട് ഷെയർ ചെയ്തു. കർത്താവ് ആവശ്യമായ സംരക്ഷണം തന്ന് എന്നെ നയിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്വർഗീയ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ വക്താക്കൾ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് ഭൂമിയിലും എല്ലാ സംരക്ഷണവും സഹായവും ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ?